ഞങ്ങൾ ഇപ്പോൾ അച്ഛൻ്റെ പ്രോഗ്രാം എം ജി രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള പ്രോഗ്രാം ഞങ്ങൾ 15 വർഷമായിട്ട് ട്രിവാൻഡ്രത്താണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം 15 വർഷത്തിന് ശേഷം ശരിക്കും ചിറ്റപ്പനും കൂടെ ചേർന്ന് ഈ പ്രോഗ്രാം നടത്താനായിട്ടുള്ള തീരുമാനം ചിറ്റപ്പൻ്റെ സൈഡിൽ നിന്ന് തന്നെ എൻ്റെ ചേട്ടൻ്റെ പരിപാടി ഞാൻ നടത്താം, ഇപ്രാവശ്യം എനിക്ക് നീ വിട്ടുക എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൊച്ചിയിൽ ഈ പരിപാടി നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് മാറിയത്. സോ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പം ഇവിടുന്ന് ഉണ്ടായിരുന്ന പാട്ടുകാർ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. വലിയ മാറ്റം വന്നിരിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ചിറ്റപ്പൻ എം ജി ശ്രീകുമാറിൻ്റെ പ്രസൻസ് തന്നെയാണ്. സോ അതോടെ എന്താ പറയുക, ട്രിവാൻഡ്രം വിട്ട് എം ജി രാധാകൃഷ്ണൻ കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മറ്റുള്ള കാര്യങ്ങളിപ്പം നമ്മുടെ പ്രസിഡൻറ്റ് മുരളീധരൻ സംസാരിക്കുന്നതായിരിക്കും. അനശ്വര സംഗീതജ്ഞൻ ശ്രീ എം ജി രാധാകൃഷ്ണൻ്റെ 86-ാം ജന്മദിനം മുൻ വർഷങ്ങളിലെ എന്ന പോലെ തന്നെ പൂർവാധികം ഭംഗിയായി ഈ വർഷവും വിപുലമായ പരിപാടികളോടുകൂടി നടത്തുകയാണ് എം ജി രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ. ഘനശ്യാമസന്ധ്യ 2026 ജൂലൈ 29 എറണാകുളം അസീസിയ കൺവെൻഷണൽ സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 6 നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ഔസേ ബച്ചനെ ആദരിക്കുന്നു. തുടർന്ന് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കി പ്രശസ്ത പിന്നണി ഗായകനും എം ജി രാധാകൃഷ്ണൻ്റെ സഹോദരനുമായ ശ്രീ എം ജി ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗീത വിരുന്നിൽ സംഗീത സംവിധായകൻ ശരത്, കല്ലറ ഗോപൻ, ഹരിശങ്കർ, രവിശങ്കർ, ശ്രീറാം, മഞ്ജരി, പ്രീത, സംഗീത ശ്രീകാന്ത്, കാഞ്ചന ശ്രീറാം തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിക്കുന്നു. മൺമറഞ്ഞുപോയ പ്രിയ കലാകാരന് നാളിതുവരെ മാധ്യമങ്ങൾ നൽകിയ എല്ലാ പിന്തുണയും തുടർന്നും പ്രതീക്ഷിക്കുന്നു. എം ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് അനശ്വരനായ ഒരു സംഗീതജ്ഞൻ മാത്രമല്ല, എന്നും നമ്മുടെ ഓർമ്മയിൽ എന്താ പറയുക, നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളുടെ ഒരു പ്രസിദ്ധനായ സംഗീത രചയിതാവും ലളിതഗാനങ്ങളും ആകാശവാണിയിലൂടെ ലളിതഗാനങ്ങളും പിന്നെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്ന ഒരു മഹാവ്യക്തിയായിരുന്നു എം ജി രാധാകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, സംസാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറെ ഇവിടെ സംസാരിക്കാനായിട്ട് ചുമതലപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. വയസ്സായ ആൾക്കാർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും എല്ലാം ചേട്ടനായിരുന്നു ശ്രീ എം ജി രാധാകൃഷ്ണൻ. കുഞ്ഞുങ്ങൾ വരെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു അടുപ്പം ആളുകളുമായിട്ട് അടുപ്പം സൃഷ്ടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ എം ജി രാധാകൃഷ്ണൻ. 15 വർഷവും ഘനശ്യാമ സന്ധ്യ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് നടത്തിയിരുന്നത്. ഇത്തവണ ശ്രീകുട്ടൻ്റെ നിർദ്ദേശത്താൽ അത് കൊച്ചിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ ചില ഉദ്ദേശങ്ങളുമുണ്ട്. കൊച്ചിയിലുള്ള ഗായകരും അതുപോലെ ട്രിവാൻഡ്രത്തുള്ള ഗായകർക്കും അതിൽ പങ്കെടുക്കാം. പിന്നെ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് വൈഡറാകും എന്ന് ഞങ്ങൾക്കും തോന്നി. അതുകൊണ്ട് കൊച്ചിയിലെ അസീസി ഹാളിൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞല്ലോ, പ്രശസ്തരായ പല ഗായികമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വരുന്നവർക്ക് തീർച്ചയായിട്ടും വരാം. ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എന്നും മാധ്യമങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അത് മറക്കുന്നില്ല. ഇനിയും ഭാവിയിലും മാധ്യമങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, ഞങ്ങളെ സഹായിക്കണം എന്നുള്ള
ഒരു റിക്വസ്റ്റോടു കൂടി ഞാൻ നിർത്തുന്നു.